ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറയാണ്. ദേശീയപാത 66 വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മലബാർ മേഖലയിൽ ദേശീയപാത 66 വികസനം നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു പ്രദേശമാണ് വടകര. കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിലാണ് വടകര വന്നിരിക്കുന്നത്. വാഗാടാണ് ഈ ഭാഗത്തെ വർക്ക് എടുത്തിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ കൊയിലാണ്ടി ബൈപ്പാസിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നിരിക്കുന്നത് വടകര ഭാഗത്തേക്കാണ്. അപ്പോൾ വടകര ഭാഗത്തെ കുറിച്ച് പറയണമെങ്കിൽ ഇനിയും കുറെ മാറ്റങ്ങൾ വടകര ഭാഗത്ത് വരാനുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ വടകരയിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് ഏറ്റവും വലിയൊരു പരിഹാരമാവുകയും ചെയ്യും. അപ്പോൾ മൂരാട് കഴിഞ്ഞിട്ട് പിന്നീട് പാലോളി പാലം കഴിഞ്ഞിട്ട് SP ഓഫീസിന്റെ മുൻഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട്. അണ്ടർപാസിന്റെ പണികളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് മണ്ണുയർത്തുന്ന പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണ്, മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കോട്ടക്കടവ് എന്ന ഭാഗത്ത്. ഇവിടെയൊക്കെ റെയിൽവേ ട്രാക്കിനോട് ചേർന്നിട്ടാണ് നമ്മൾ ദേശീയപാത 66 കടന്നു പോകുന്നത്. ഇവിടെയൊക്കെ വർക്കുകൾ ഇനി നടന്നുകൊണ്ടിരിക്കുകയാണ്. SP ഓഫീസിന്റെ മുൻഭാഗത്ത് വന്ന അണ്ടർപാസ് അനുബന്ധിച്ചുള്ള അപ്രോച്ചിലുള്ള വർക്കാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ. അതുപോലെ തന്നെ പഴയ റോഡിൽ കൂടെ തന്നെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. സർവീസ് റോഡിന്റെ പണി പൂർത്തിയായിട്ട് ഒരു ഭാഗത്ത് എന്ന് വെച്ചാൽ നമ്മൾ വടകര ഭാഗത്ത് നേരെ പാലോളി പാലം വരെ സർവീസ് റോഡിൽ കൂടെയാണ് കടന്നു പോകുന്ന വാഹനങ്ങൾ. ഈ വടകര എന്തുകൊണ്ടാണ് ഇത്രയധികം ചർച്ചയാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വടകര ബൈപ്പാസ് ഉണ്ട്. വടകര ടൗൺ അതിൻ്റെ കുറച്ച് അപ്പുറത്താണ്. അപ്പോൾ ഇവിടെ നിലവിലൊരു ബൈപ്പാസ് ഉണ്ട്. അത് വീതി കൂട്ടിയിട്ടാണ് 6 വരി പാത വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ വടകര ടൗണിലുള്ള ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് ഒരു എലിവേറ്റഡ് ബ്രിഡ്ജ് കടന്നു പോകുന്നുണ്ട്. അതോടനുബന്ധിച്ച് കുറേ പ്രശ്നങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ നേരെ കോട്ടക്കടവ് ഭാഗത്ത് നിന്ന് നേരെ പോകുന്നത് നമ്മളെ കരിമ്പന പാലം ഭാഗത്തേക്കാണ്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ വൈഡനിങ് പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്തുള്ള സർവീസ് റോഡിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഭാഗത്ത് 3 വരിപ്പാതയുടെ പണികൾ പൂർത്തീകരിച്ചിട്ട് 2 ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ അതിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് യാത്ര ചെയ്യുക. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന വാഹനങ്ങൾ ഏതിൽ കൂടെ വരും എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്കറിയില്ല എങ്ങനെയാണ് മറുഭാഗത്ത് നിന്ന് വാഹനം വരുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ഇതാണ് കരിമ്പനപ്പാലം. കരിമ്പനപ്പാലത്തിനോടനുബന്ധിച്ചുള്ള അപ്രോച്ച് റോഡിന്റെ പണികളൊന്നും ഇവിടെ ആരംഭിച്ചിട്ടില്ല. ഒരു ഭാഗത്ത് ഇപ്പോഴും നിലവിലെ റോഡിൽ കൂടെ തന്നെയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നതും ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഈ കരിമ്പനപ്പാലം എന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആയിരിക്കും വലിയൊരു സംഭവമാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ ചെറിയ തോടന്നെയായിരുന്നു. ആ തോടിന് കുറുകയാണ് ഇപ്പം ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. 2 ഭാഗത്തുമുള്ള സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. പാലത്തിനോട് ചേർന്നിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ പാലത്തിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഒരു ഭാഗത്ത് മാത്രമേ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അപ്പോൾ കരിമ്പനപ്പാലത്തിന് ഈ അണ്ടർപാസിന്റെ ഇടയിലായിട്ട് ഒരു കൾവേർട്ടിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കണം. ഈ കരിമ്പനപ്പാലം കഴിഞ്ഞിട്ട് വന്ന അണ്ടർപാസിന്റെ അവിടെ നിന്ന് ഇടതുഭാഗത്ത് റോഡ് ഉണ്ട് നിങ്ങൾ. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വടകര ടൗണിലേക്ക് പോകുന്ന റോഡ്. ഇതൊരു ബൈപ്പാസ് ആണ്. ഈ ബൈപ്പാസ് ആണ് വീതി കൂട്ടി 6 വരി പാതയാക്കുന്നത്. ഇവിടെ അന്നും ഇന്നും ഒരേ മാതിരി തന്നെയാണ്. കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല. 2022 ഇവിടെ ഏകദേശം വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴും എവിടെ എത്താതെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ തന്നെ ഈ കരിമ്പനപ്പാലം മുതൽ ശരിക്കും ഒരു എലിവേറ്റഡ് ബ്രിഡ്ജ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കാരണം 2 ഭാഗത്തും ഇഷ്ടംപോലെ കച്ചവട സ്ഥാപനങ്ങളാണ്. ഇനി ഇവിടെ ഫുള്ളായിട്ട് വീതി കൂട്ടിയിട്ട് അതുപോലെ തന്നെ നമ്മളെ ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ അപ്രോച്ചോടൊക്കെ വരുന്ന സമയത്ത് ഈ 2 ഭാഗത്തുള്ള കച്ചവട സ്ഥാപനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതിന് പകരമായിട്ട് ഇവിടെ എലിവേറ്റഡ് ബ്രിഡ്ജ് ഫുൾ ലെങ്ത്തിൽ വരികയാണ്. ഈ കരിമ്പനപ്പാലം കഴിഞ്ഞിട്ട് അണ്ടർപാസും കഴിഞ്ഞിട്ട് നേരെ നമ്മളെ ഈ വടകര ബസ് സ്റ്റോപ്പ് എന്ന ബസ് സ്റ്റാൻഡ് ഉണ്ട്. ബസ് സ്റ്റാൻഡിന്റെ മുന്നിൽ കൂടെ കറക്റ്റായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് പോയിട്ട് നെറ്റ് സ്ട്രീറ്റിന്റെ അവിടെ വന്ന് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ ഒരു വിഷയം ഉണ്ടാവില്ല. കാരണം ഈ 2 ഭാഗത്തുമുള്ള കച്ചവട സ്ഥാപനങ്ങൾക്ക് വരുന്ന ആളുകൾക്ക് ഈ പാലത്തിന്റെ അടിഭാഗത്ത് വാഹനം പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്ടംപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവർക്ക് ഉണ്ടാവും. ഇപ്പൊ സത്യം പറഞ്ഞാൽ ഇതൊരു കൺജസ്റ്റഡ് ഏരിയ ആയിട്ട് മാറാൻ പോവുകയാണ് ഇത് ഈ പാലത്തിന്റെ പണി കഴിഞ്ഞാൽ. ഇവിടെ ഈ പാലത്തിന്റെ വർക്ക് തുടങ്ങുമ്പോൾ തന്നെ ഇവിടുത്തെ നാട്ടുകാർ അതുപോലെ തന്നെ വ്യാപാരികളൊക്കെ പറഞ്ഞിരുന്നു ഈ പാലം കുറച്ചും കൂടി വന്ന് നീട്ടം കൂട്ടണമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ ഇവർ ഉദ്ദേശിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കരിമല പാലം കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളെ വടകര ബസ് സ്റ്റാൻഡ് ഉണ്ട്. ആ ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുൻപായിട്ട് എലിവേറ്റഡ് ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് ഇവിടുത്തെ ജനങ്ങൾ പലരും പറയുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല. ഇപ്പൊ കറക്റ്റ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡിന്റെ മുൻപെന്നാണ് ഈ പാലം തുടങ്ങുന്നത്. പക്ഷെ അതിന്റെ അപ്രോച്ചിനോട് പൂർണ്ണമായിട്ട് വരുന്ന സമയത്ത് ഈ ബസ് സ്റ്റാൻഡ് കവർ ആയിട്ട് പോകുന്ന അർത്ഥം. ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കരിമ്പനപ്പാലം കഴിഞ്ഞ് വരുന്ന അണ്ടർപാസ് മുതൽ ഇവിടുന്ന് പൂർണ്ണമായിട്ട് എലിവേറ്റഡ് ഫ്ലൈ ഓവർ ആക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവട്ടെ നമുക്ക് കരുതാം. കാരണം അത്രത്തോളം ഒരു ഗതാഗതക്കുരുക്ക് ഈ ഭാഗത്ത് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കറക്റ്റ് ഈ പാലം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെ ബസ് സ്റ്റാൻഡിന് മുൻഭാഗത്താണ്. ഇതേമാതിരി തന്നെയാണ് നമ്മളെ പയ്യോളി ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് സ്റ്റാൻഡ് ഇറങ്ങുന്ന സമയത്ത് അവിടെ സർവീസ് റോഡ് ബ്ലോക്ക് ആവുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞ ഏകദേശം 2022 ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ ഭാഗത്ത് വീഡിയോ എടുക്കണം. അന്നൊന്നും ഇവിടെ പണികൾ ആരംഭിച്ചുള്ള ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷെ ഇപ്പോഴും ഇവിടെ പണി തീരാതിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവറിന്റെ നിർമ്മാണം കൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങൾ വടകരക്കാർ ശരിക്ക് ഭയങ്കരധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ കൂടെ യാത്ര ചെയ്യുന്ന ആളുകളും അത്രത്തോളം ഗതാഗതക്കുരുക്ക് എന്ന് സർവീസ് റോഡ് ഉണ്ടായിരുന്നു. ഒന്നാമത് സർവീസ് റോഡ്
നല്ല ക്ലിയർ ആയിട്ട് പണിതിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെതായ ബുദ്ധിമുട്ട് വെച്ചാൽ മഴക്കാലം വന്നു കഴിഞ്ഞാൽ വെള്ളക്കെട്ടും അതുപോലെ തന്നെ കുഴികളൊക്കെ ഉണ്ടായിട്ട് വാഹനം പോകാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു മെയിൻ റോഡാണ്. കണ്ണൂരിൽ നിന്നൊക്കെ വാഹനങ്ങൾ കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ഒരു മെയിൻ റോഡാണ്. ഇതിന് ബദലായിട്ട് വേറെ റോഡ് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഈ ഭാഗം ആശ്രയിക്കുന്നത്. അപ്പോൾ വടകര ബസ് സ്റ്റാൻഡിന് മുൻഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന ഈ എലിവേറ്റഡ് ഫ്ലൈ ഓവർ പിന്നീട് ഇത് നെറ്റ് സ്ട്രീറ്റ് കഴിഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട്. അവിടെ പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത്. പക്ഷേ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ നിർമ്മാണം പൂർത്തീകരിച്ച് എന്ന് വെച്ചാൽ മണ്ണിട്ട് ഉയർത്തിയ സ്ഥലങ്ങളിൽ ഫുള്ള് മണ്ണ് മാറ്റിയിട്ട് അവിടെ പാലം നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അവിടെ പാലം നിർമ്മിക്കാനാണ് തീരുമാനിച്ചിരുന്നത്. അതുപോലെ തന്നെ നമ്മളെ കൊറ്റംകുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, മൂന്നുപിടിക പെരിഞ്ഞനം ഭാഗത്തായിട്ട്. അവിടെ ഇതേമാതിരി പാലത്തിന് നിലവിൽ നിർമ്മിച്ച പാലത്തിന്റെ 2 ഭാഗത്തും ഏകദേശം നീട്ടം കൂട്ടാനുള്ള തീരുമാനമായിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് പണികളും ആരംഭിച്ചിട്ടുണ്ട് അവിടെ. അപ്പൊ ഇതുപോലെ നിർമ്മാണം പൂർത്തീകരിച്ച സ്ഥലങ്ങളിൽ വീണ്ടും മണ്ണൊക്കെ മാറ്റി രണ്ടാമതും വേറെ പണികൾ ആരംഭിക്കുമ്പോഴാണ് നമ്മുടെ ദേശീയപാതയുടെ ഇനാഗുറേഷൻ വീണ്ടും നീണ്ടു പോകുന്നത്. പല സ്ഥലങ്ങളും വീണ്ടും പണികൾ വൈകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കും നിങ്ങൾ, ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് നമ്മളെവിടെയാണ് എന്ന് വെച്ചാൽ നെറ്റ് സ്ട്രീറ്റ് ജംഗ്ഷനിലാണ്. അപ്പോൾ ഇത്രയും ഭാഗം പൂർണ്ണമായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത്. 2 ഭാഗത്തും ആറി പാനലൊക്കെ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരത്തെ വിഷയം വരികയാണെങ്കിൽ വീണ്ടും ഈ ഭാഗത്തെ പണികൾ നീളാൻ സാധ്യതയുണ്ട്. ഇനി മഴക്കാലമാണ് വരാൻ പോകുന്നത്. മഴക്കാലം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ മണ്ണിട്ട് ഉയർത്തുന്ന സ്ഥലങ്ങളിലെ പണികൾ വീണ്ടും ലാഗാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ എത്രയും വേഗം ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ബുദ്ധിമുട്ട് ഈ ഭാഗത്തുള്ള ജനങ്ങളും അതുപോലെ തന്നെ വ്യാപാരികളും അനുഭവിച്ചിട്ടുണ്ട്. എന്തും സഹിക്കാൻ വടകരക്കാരുണ്ടല്ലോ എന്ന ചിന്താഗതി മാറ്റേണ്ടതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ എത്രയും വേഗം ഇതിന് മുന്നിട്ടിറങ്ങി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുക തന്നെ വേണം. ഇതിന് ശേഷം പണികൾ ആരംഭിച്ച കാസർഗോഡ് ജില്ലയിലെ ഒറ്റത്തൂണിലെ 6 വരി പാലത്തിന്റെ പണി പൂർത്തിയാക്കിയിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വടകര വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് എഴുതാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.